ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനും അമ്മയും അനിയനും കൂടി നിദ്രവിള പള്ളിയിൽ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയത് ഒരു 12 മണിക്കായിരുന്നു. സാധനം നേരെ ഇടാറുണ്ട്. എവിടെ പോണ്? നീ പറ എവിടെ പോണ്? മാതാവിന്റെ പള്ളിയിൽ പോണ്. അങ്ങനെ എൻ്റെ വാച്ച് കയറി അമ്മയുടെ മുടിയിൽ തൊടുത്തി. അങ്ങനെ അമ്മയ്ക്ക് ദേഷ്യം വന്ന് അമ്മ എന്നെ എന്തൊക്കെയോ പറയാണ്. പേര് പറ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് പാവം എൻ്റെ സാറയ്ക്കും വരണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കൊണ്ടുപോകാനൊന്നും പറ്റൂല. അവൾ കൊണ്ടുപോയാൽ അവൾ ഛർദ്ദിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ 12 മണി അറിയാലോ, ഭയങ്കര വെയിലും ഭയങ്കര ചൂടും. ഈ ചുരിദാർ കണ്ട, ഞാൻ മീഷോ എന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. 598 സംതിങ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് രാവിലെയാണ് എനിക്ക് കിട്ടിയത്. ആ ടൈമിൽ പോയോണ്ട് നല്ല ചൂടുണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ എൻ്റെ ഫേസ് വിയർത്ത് കുളിച്ച് ഞാൻ ഒരു വശമായിരുന്നു. അങ്ങനെ പോയി വന്നപ്പോൾ റേഡിയോയിൽ പാട്ടിട്ടിരുന്നു. അപ്പോൾ നല്ലൊരു സൂപ്പർ പാട്ട് വന്നിരുന്നു. ആ ടൈമിൽ തന്നെ കറക്റ്റായിട്ട് വന്നു. കണ്ടില്ലേ, നൈസ് പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ടൊക്കെ. അങ്ങനെ കുറേ കഴിഞ്ഞ് പള്ളിയിലെത്തി. പള്ളിയിൽ ഇത് അവിടെ കാറ് നിർത്തിയിടാൻ വേണ്ടി, പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ദേ ഇതാണ് അവിടെ കയറി പോകുന്ന ആദ്യം കാണുന്ന മാതാവ്. അത് കഴിഞ്ഞിട്ട് ദേ യേശുവിൻ്റെ അടുത്താണ് പോകുന്നത്. ദേ ഇതൊക്കെ ഉണ്ട് അവിടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു റീലും കൂടെ എടുക്കാമെന്ന് വെച്ചു. അങ്ങനെ ഒരു റീലും കൂടെ എടുത്തു. ഞാൻ ഇത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷേ എൻ്റെ അമ്മയാണെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയണത്, അമ്മ അടുത്ത് വേണ്ട, ദൂരെ നിന്നില്ല, എന്നാലേ ക്യാമറയ്ക്ക് കാണാൻ പറ്റുമെന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോയി. യേശുവിൻ്റെ അവിടെയായിരുന്നു. ഇവിടെയും മുട്ടുമേലിരുന്നൊക്കെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞിട്ട് മെഴുതിരി കത്തിക്കണമായിരുന്നു. അങ്ങനെ ഈ മെഴുതിരി കത്തിക്കണമായിരുന്നു. അങ്ങനെ അതൊക്കെ കത്തിച്ച് അത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടെ ഓരോ സ്ഥലങ്ങളാണ്. ഈ സ്ഥലം എന്ന് വെച്ചാൽ കൺവെൻഷൻ സെൻ്റർ ആണ്. അതാണ് അമ്മ പറഞ്ഞത്, കൺവെൻഷൻ സെൻ്റർ എന്ന്. അടുത്ത മാതാവ് കണ്ടില്ലേ. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ മാതാവാണ്. പറയൂ പള്ളീനെ പറ്റി. അവിടെ കൺവെൻഷൻ നടക്കുകയാണ്, അതാണ് ആ സൗണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു മാതാവ് ഉണ്ടായിരുന്നു. ആ മാതാവിൻ്റെ അടുത്തും പ്രാർത്ഥിച്ച്. അത് കഴിഞ്ഞിട്ട് ഇതെന്ന് വെച്ചാൽ നമ്മുടെ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതാം, ബുക്കിൽ എഴുതി ഇങ്ങനെ അവർ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഒരിതുണ്ട്. അങ്ങനെ ഞാനും അമ്മയും കൂടെ അതൊക്കെ എഴുതിയിട്ട് നേരെ പോയത് അടുത്ത സ്ഥലത്തേക്ക്. ഈ സ്ഥലമാണ്. ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമുണ്ട് കാണാനും. അവിടുത്തെ കാഴ്ചകളും ഫുൾ പൂക്കളും ചെടികളും ഇങ്ങനെ കാമാൻ കൂളായിട്ടുള്ള ഒരു സ്ഥലമാണ്. കുറേ ഉണ്ട്, വചനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ വചനങ്ങളും. അതിൻ്റെ ഇടയിൽ ഇവരിങ്ങനെ കണ്ട ഓരോ വചനങ്ങളൊക്കെ എഴുതി ഇങ്ങനെ വായിച്ച് പോകാം. അങ്ങനെ ഒരു ഏർപ്പാടൊക്കെ ഉണ്ട് ഇവിടെ.
ദേ ഇതാണ് അടുത്ത മാതാവ്. ഇവിടെയാണ് എനിക്കിഷ്ടമുള്ള സ്ഥലം. കാരണം ഇവിടെയെന്ന് വെച്ചാൽ നല്ല കാം കൂൾ നല്ല മനസ്സ് നിറയണ ഒരു സ്ഥലമാണ് ദേ ഈ സ്ഥലം. പിന്നെ ഇവിടെ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അത്ഭുതം നടന്നത് മാതാവ് കിണറ്റിൻകരയിൽ വെച്ച്. ഈ അത്ഭുതം എന്ന് പറയണത് ഈ മാതാവ് ഉണ്ണീശനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ കണ്ടു. അതാണ് ഈ അത്ഭുതം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ തൊട്ടടുത്തൊരു കിണറുണ്ട്. ആ കിണറ്റിലാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഒരാൾ കണ്ട്. പിന്നെ അവിടെയാണെങ്കിൽ ആ വെള്ളം കുടിക്കുമ്പോഴും നമുക്കൊരു മനസ്സിനൊരു തൃപ്തിയും സന്തോഷവും ഒക്കെ കിട്ടും. ഇതും അവിടുത്തെ ഒരു പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. മരങ്ങളും പൂക്കളും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ചെരുപ്പിടാൻ മറന്നുപോയി. ചെരുപ്പ് പള്ളിയുടെ അവിടെ കിടക്കുകയായിരുന്നു. ഞാൻ ഈ മണലിൽ കാലെടുത്ത് വച്ചത് എൻ്റെ അമ്മ ഭയങ്കര ചൂടാണ്. ചൂട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ചൂടായിരുന്നു. ആരെ ഫോട്ടോ ഇത് കുരിശ്. പിന്നെ എൻ്റെ അമ്മ പറയുമായിരുന്നു ഫോട്ടോ ഇടെന്ന്. കാരണം അത്രയ്ക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ്. പിന്നെ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി ഓടി. കാരണം അത്രയ്ക്ക് എൻ്റെ കാലിൽ ചൂടൊക്കെ ആയിരുന്നു. പിന്നെ നേരെ വന്ന് ചെരുപ്പൊക്കെ ഇട്ടിട്ട് വീണ്ടും കാറി കയറിയിരുന്നപ്പോൾ 2 പേര് കഞ്ഞി കുടിക്കണത് കണ്ടു. അങ്ങനെ അപ്പം അമ്മ പറഞ്ഞ് കഞ്ഞി കുടിച്ചിട്ട് പോകണം. അവിടുത്തെ കഞ്ഞി ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എനിക്ക് ആ കഞ്ഞിയിൽ ആ വെള്ളമാണ് ഇഷ്ടപ്പെട്ടത്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എങ്ങനെയുണ്ട് അമ്മ? അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കുടിച്ച് പിന്നെ ദേ ഇതെന്ന് വെച്ചാൽ അവരെ ഊട്ടുപുര അതാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കാറിൽ കയറി. ഈ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഫ്രണ്ടിലെ അമ്മയും എൻ്റെ അനിയനും കൂടെ ഭയങ്കര സംസാരമായിരുന്നു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.